ഐശ്വര്യത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും പ്രതീകമായി ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ തിരുനിറ ഉത്സവം കൊണ്ടാടി. വർഷം മുഴുവൻ സമൃദ്ധമായ വിളവും ഐശ്വര്യവും വീടുകൾക്കും നാട്ടുകാർക്കും ലഭിക്കുന്നു എന്നതിന്റെ പ്രതീകമായാണ് തിരുനിറ ഉത്സവം കൊണ്ടാടുന്നത്. ഇല്ലം നിറയെന്നാൽ വീട് നിറയട്ടെ എന്നും, വല്ലം നിറയെന്നാൽ കൊട്ടകൾ നിറയട്ടെ എന്നും, കൊല്ലം നിറയെന്നാൽ വർഷം മുഴുവൻ നിറയട്ടെ എന്നുമാണ് നിറയുടെ പിന്നിലുള്ള ഇതിവൃത്തം. ദേശപരദേവതയുടെ അനുഗ്രഹമുണ്ടായാൽ നല്ല വിളവ് ലഭിക്കുമെന്നും കൃഷി ചെയ്യുന്നവർക്ക് അതിന്റെ പങ്ക് ലഭിക്കുമെന്നുമാണ് നിറയുടെ പിന്നിലുള്ള വിശ്വാസം. ക്ഷേത്രത്തിലാണ് ആദ്യമായി നിറ ആഘോഷിക്കുന്നത്. വടക്കേ മലബാറിൽ നിറ ആഘോഷിക്കുന്നതിന് പേരുകേട്ട ക്ഷേത്രമാണ് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. കാർഷിക സമൃദ്ധിയുടെ അവശേഷിപ്പായ നിറ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഭക്തരുടെ വൻ തിരക്കായിരുന്നു. നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ കതിരുവെക്കും തറയിൽ നിറക്കറ്റകൾ സമർപ്പിച്ചത്. പാണ്ഡ്യൻ സമുദായത്തിൽപ്പെട്ടവർക്കാണ് ഇവിടെ കറ്റകൾ സമർപ്പിക്കാനുള്ള അവകാശം. നടന്നുവരുന്ന ഒരു ഒരു ഉത്സവം തന്നെയാണത്. ഇപ്പോൾ ആൾക്കാർ ഇപ്പം കുറഞ്ഞു വരുമെന്ന് ഒരുപാട് ജനങ്ങളെ കൂടുതൽ സ്ഥലമായി ഉത്സവം. അപ്പോൾ നമ്മൾ പാണ്ഡ്യൻ തറവാടുകാരാണ് ഇതിൽ കവിത ചെയ്യുന്നത്. അതിൻ്റെ അവകാശം അച്ഛനും തലവന്മാരാണ്. അവരിപ്പോൾ ഇല്ലാത്ത ദിവസം അതിന് ശേഷം ഞാനാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ നമ്മൾ കതിരാടുന്ന് അരിഞ്ഞിട്ട് 2 കെട്ടാക്കി വെച്ചിട്ട് ഒരു കെട്ട് കതിരൊക്കെ നടത്തി വെച്ചിട്ട് ആ അടുത്തൊരു കെട്ട് അമ്പലത്തിലെ കൊടിമേട്ടിലേക്ക് ഉണ്ട്. അതുവരെ ഉണ്ടാവാറ്. പിന്നെ നമുക്കുള്ള മറ്റേ ക്ഷേത്രത്തിൽ നിന്ന് വിളക്കും തളികയുമായി പാലമൃതും സംഘവും കതിരുവെക്കും തറയിലെത്തി ചൊല്ലി വിളിച്ചതിനു ശേഷമാണ് പാണ്ഡ്യൻ സമുദായത്തിൽപ്പെട്ട സ്ഥാനികൻ നെൽക്കറ്റകൾ സമർപ്പിച്ചത്. ശേഷം ഭക്തർക്ക് നെൽക്കതിർക്കറ്റകൾ പ്രസാദമായി വിതരണം ചെയ്തു. സമ്പന്നമുഹൂർത്തം കൽപ്പിച്ചോ പെരുക്ക, സമ്പന്നമുഹൂർത്തം കൽപ്പിച്ചോ പെരുക്ക, സമ്പന്നമുഹൂർത്തം കൽപ്പിച്ചോ പെരുക്ക. കതിരുവെക്കും തറയിൽ കതിർക്കറ്റകൾ സമർപ്പിച്ച ശേഷം പാണ്ഡ്യൻ സമുദായത്തിൽപ്പെട്ട ആചാരസ്ഥാനികരും നാട്ടുകാരും ചേർന്ന് നെൽക്കതിർക്കറ്റകൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. കൊടിമരസ്ഥാനത്തിന് മുന്നിൽ സമർപ്പിച്ച കറ്റകൾ പാലമൃതൻ ക്ഷേത്രത്തിരുമുറ്റത്തേക്ക് എത്തിച്ചു. മേൽശാന്തി ഏറ്റെടുക്കുന്ന കതിർക്കറ്റകൾ ശ്രീകൃഷ്ണ മണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തെത്തിച്ച് ലക്ഷ്മി പൂജ ചെയ്ത ശേഷമാണ് 2 ശ്രീകോവിലുകളിലും നിറയ്ക്കുന്നത്.
കർക്കിടക വാവ് ദിവസമാണ് ക്ഷേത്ര ജ്യോത്സ്യൻ നിരക്കുള്ള മുഹൂർത്തം കുറിച്ചത്. ഒരു കാലത്ത് 1.5 ലക്ഷം പറന്നെല്ല് പാട്ടം കിട്ടുന്ന ക്ഷേത്രമായിരുന്നു ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. കർക്കിടക മാസത്തിലെ കറുത്ത വാവ് നാളിലാണ് തിരുനിറക്ക് ഇവിടെ മുഹൂർത്തം കുറിക്കപ്പെടുന്നത്. ക്ഷേത്രം ജ്യോത്സ്യൻ അനുയോജ്യമായ മുഹൂർത്തം കുറിക്കുകയും അത് തിരുനടയിൽ വെച്ച് ഭഗവാനെയും അമ്മയെയും വിളിച്ചറിയിക്കുകയുമാണ് പതിവ്. കർക്കിടക മാസത്തിലെ ശുഭമായ ഒരു മുഹൂർത്തത്തിലാണ് തിരുനിറ നിശ്ചയിക്കപ്പെടുന്നത്. ഈ മഹിത പാരമ്പര്യത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ നിറവുത്സവം. ഇന്നറിയാൻ കണ്ണൂർ. കണ്ണൂരിൽ 45 വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം. കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ, MRF, ഇൻഡിഗോ, ഷാലിമാർ, സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ. മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു. കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു. കുഞ്ഞപ്പ ട്രേഡേഴ്സ്, സ്റ്റേഡിയം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9383 462 422.